കാണിക്കാൻ പോകുന്നത്. ബെറാക്കിയുടെ ഫസ്റ്റ് ടൈമാണ് ട്രെയിൻ യാത്ര. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയി പോയി. നമ്മൾ കറക്റ്റ് ടൈമാണ്, പക്ഷേ ബസ് ഇച്ചിരി നേരത്തെ ആയി പോയി. അതുകൊണ്ട് ഞങ്ങൾ ബസ് പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലേറ്റായെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടൻ പറപ്പിച്ച് വിടുന്നുണ്ട്. പറപ്പിച്ച് വിടും പാപ്പാന്ന് പറയുന്ന പോലെ. പക്ഷെ നമുക്കറിയത്തില്ല വണ്ടി കിട്ടുമോ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ മാക്സിമം നമ്മളിപ്പോൾ എത്തി സ്ഥലത്തെത്തി. പെറ്റി എങ്ങോട്ട് എങ്ങോട്ട് പോനെ പൊന്ന് അറിയത്തില്ലെന്നോ? അയ്യോ ജി സാരമില്ല കേട്ടോ. നോക്കിയാൽ അറിയാം അത്യാവശ്യം ലഗേജ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതുണ്ടോ, അത്രയും ലഗേജ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ വിളിച്ചത് എനിക്ക് തോന്നുന്ന ബസ്സിലെ കണ്ടക്ടറാന്ന് തോന്നുന്നു. നമ്മൾ ബസ് ബുക്ക് ചെയ്താ. നമ്മൾ ബസ് നേരത്തെ ഇന്നലെ ബുക്ക് ചെയ്തായിരുന്നു. പക്ഷെ അവരിന്ന് നേരത്തെ പോന്നു. സൺഡേ ആയതുകൊണ്ട് അവരങ്ങാണ്ട് നേരത്തെ പോകുന്നതാണ്. അപ്പോൾ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഇവിടെ വന്ന് കിടക്കാന്നുകൊണ്ട് 10 മിനിറ്റ് ആയി. അവിടെ കാണാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ബസ്. ഇവിടെ എവിടെ എങ്ങാണ്ട് ഉണ്ടാ ബസ്. പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ എവിടെയാണെന്ന് പറഞ്ഞേ? പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലൊന്നും ഇല്ലല്ലോ. ഇതാണ് ബസ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതാണ്ടോ, ഒരു മനുഷ്യനും ഇല്ല. ഒരാളുണ്ടെന്നോ, 1-2 പേരുണ്ട്. നല്ല ബസ്സാട്ടോ. ഈ ബസ്സിൽ ആദ്യമായിട്ട് പറഞ്ഞ നല്ല ബസ്. ഇത് ഏതാണോ കണ്ടോ, ഇതേ കാലൊക്കെ വെക്കാനായിട്ട് സാധനം കൊള്ളാം. നമ്മുടെ ലഗേജ് ആയിട്ടോ ഇരിക്കുന്നത്. എന്താ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. കയറുവാണെങ്കിൽ നമുക്കെടുത്ത് മുന്നിലേക്ക് വെക്കാം. ഈ ലഗേജ് എടുത്ത് ഇങ്ങോട്ട് വെക്കാനാണ് ആള് പറയുന്നത്. നമുക്ക് നോക്കാം. ഈ വണ്ടിയിനകത്ത് വേറൊരു സാധനമുണ്ട്. ഈ വണ്ടിയിൽ നമ്മൾ വേറൊരു സാധനം കണ്ടു. നീ കണ്ടായിരുന്നു ആ സാധനം? അല്ല, ഹാങ്ങിങ് എല്ലാ വണ്ടിയിലുണ്ട്. അല്ല, സ്പീക്കറുണ്ട്, പാട്ടൊക്കെ ഉണ്ട്. അതൊന്നും അല്ല. കർട്ടനും അല്ല, അതുമല്ല, അതൊന്നുമല്ല. ദേ അങ്ങ് നോക്കൂ, അവിടെ ഒരു TV മേളിലേക്ക് വെച്ചിരിക്കുന്നുണ്ടോ. അങ്ങനെ ഞാൻ KSRTC ബസ്സിൽ TV കണ്ടു. കൊള്ളാം, അടിപൊളി. ഇത് നല്ല ബസ് കേട്ടോ, നൈസ് ബസ്. ഞാൻ ആദ്യമായിട്ട് കയറുന്നതാണ്. ചാലക്കുടി ടു തൃശ്ശൂർ ആട്ടോ ഈ പറയുന്നത്. ഇതിനകത്ത് വേറെ സെറ്റപ്പ് ഉണ്ട്. ഇത് കണ്ടോ, ചാർജിങ് പോർട്ട് കണ്ടോ, 2 എണ്ണം ചാർജ് ചെയ്യാവുന്ന പോർട്ട് ഇതിനകത്തുണ്ട്. കൊള്ളാം, ഇത് നൈസാണ്. എന്തായാലും ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയത് ചോര കണ്ടുകൊണ്ടാണ്. KSRTC ലോ ഫ്ലോറിലാണ് ആദ്യം നമ്മുടെ ബെഡ് കയറിയത്. ഇപ്പോൾ ഈ ഒരു ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇത് നല്ലൊരു ബസ്സാണ്. എന്തായാലും ബെറാക്കിയുടെ ഫസ്റ്റ് ട്രെയിൻ ട്രാവലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ബെറാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, ബെറാക്കിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഏതെങ്കിലും വണ്ടി കയറാതെ അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കൊച്ചായതുകൊണ്ടായിരിക്കും അവന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അവനെന്തോ മുമ്പ് കയറി പരിചയമുള്ള ഒരു എക്സ്പീരിയൻസ് ചിലപ്പോൾ അവൻ്റെ ഫേസിലൊക്കെ കാണാൻ പറ്റും. എന്നാ പിന്നെ എന്നാ നീ എന്തോ ഇവിടെ ഒരാൾക്ക് ഉറക്കം വന്നാൽ ഡാഡേനെ മതി. അതാ തുടങ്ങിയിട്ടുണ്ടോ ഉറക്കം. എന്നെ പുന്ന എന്നെ വേണം എൻ്റെ പുന്നിന്. എന്നാ പുന്ന. ഞങ്ങളുടെ ബെറാക്കിക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ്, എന്റെ കയ്യിലിരിക്കുമ്പോൾ മറ്റാളും കൂടെ പിടിക്കണം. അതായത് അടുത്തുള്ള ആളെ കൂടെ പിടിക്കണം. അച്ഛയുടെ കയ്യിലാണെങ്കിൽ എന്നെ കൈ പിടിക്കും. പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ തൃശ്ശൂരെത്തി. ഇനി ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്താണ്, കാര്യം പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. കണ്ടോ, അതാണ് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി. നമ്മൾ സ്റ്റാൻഡിലേക്ക് കയറും. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ട്രെയിറ്റ് പോകാൻ പറ്റത്തില്ല. അവിടെ ആ സൈഡൊക്കെ അടച്ചിട്ടേക്കും. അതുകൊണ്ട് അതിന് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കറങ്ങി പോകുന്നു.
അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതെ, ഞങ്ങൾ എത്തി. ഞങ്ങൾക്കിനി സമയമുണ്ട്, കുറച്ചധികം സമയമുണ്ട്. ഇപ്പോൾ സമയം 12:45 അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു, ബെഡും വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു സീറ്റുണ്ട്. പക്ഷേ ഇവിടെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെന്നറിയില്ല. നമ്മൾ ഫുഡ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ട്, ഫുഡ് കണ്ട്. അപ്പോൾ അത് ഇവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് പറ്റുമെന്ന് അറിയത്തില്ല. ആൾക്കാരധികം ഇല്ല, കുറച്ച് പേരേ ഉള്ളൂ. TV ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നോക്കട്ടെ, പറ്റുമെന്ന് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ട്രെയിനിൽ തന്നെ കയറിയിട്ട് കഴിക്കാം, അതായിരിക്കും നല്ലത്. കുറേ സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. ഇവിടെ നിന്ന് മേടിക്കുന്ന എല്ലാ സാധനവും ഇവിടെ ഇരുന്ന് കഴിക്കാം. പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ് കഴിക്കാൻ പാടില്ലാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് നേരെ പ്ലാറ്റ്ഫോമിൽ പോയി, സെക്കൻഡ് പ്ലാറ്റ്ഫോമിൽ. അല്ലോ ഞാൻ ലിഫ്റ്റ് ഉണ്ടായിരുന്നേ, ലിഫ്റ്റ് ഉള്ള കാര്യം നമ്മൾ അറിഞ്ഞില്ല. കുഴപ്പമില്ല, അടുത്ത ലിഫ്റ്റ് താഴത്തേക്കുണ്ട്, നമ്മൾ കയറും. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് വെയിറ്റ് ചെയ്യുക. കയറിയപ്പോൾ ലിഫ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഇറങ്ങിയപ്പോൾ ലിഫ്റ്റ് ഞങ്ങൾ കയറി. ബെറ്റി, ഞങ്ങൾ ഏത് ട്രെയിനാണ് ബുക്ക് ചെയ്തതെന്ന് അറിയാമോ? ഞങ്ങൾ ബുക്ക് ചെയ്ത ട്രെയിനിൻ്റെ പേര് ഗരീബ് രഥ്. പേരിൽ പറയുന്ന പോലെ തന്നെ ഗരീബ് രഥ്, പാവങ്ങളുടെ രഥമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്ന ഒരു 2006 ഈ സർവീസ് തുടങ്ങിയെന്ന് തോന്നുന്നു. അതൊക്കെ ഉപകാരമായിപ്പോയി. പക്ഷേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം. ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല, കൊച്ചി ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല ഗരീബ് രഥിൽ. ഫുൾ AC ആണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ലോ കോസ്റ്റിൽ ഫുൾ AC ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനാണ് ഗരീബ് രഥ്. ബെഡ് ആദ്യമായിട്ട് കയറാൻ പോകുന്ന ട്രെയിൻ ഗരീബ് രഥാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. എങ്ങനെയാണ് ട്രെയിൻ, അതിൻ്റെ അകത്ത് ഫെസിലിറ്റീസ് എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് സ്വന്തമായി പാൻട്രി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഗരീബിന്, അല്ലേ? പാൻട്രി ഒന്നും ഇല്ല. അപ്പോൾ പുറത്തുനിന്നൊക്കെ കഴിക്കേണ്ടി വരും. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകണത്. പാൻട്രി ഇല്ലാത്ത ഒരു ട്രെയിനായതുകൊണ്ട് ആരും ഇടയ്ക്കിടയ്ക്ക് വരത്തില്ല. ചായ കാപ്പി എന്ന് പറഞ്ഞാൽ ആരും വരത്തില്ല. അത് നമ്മൾ മിസ്സാക്കും ആ സാധനം. പക്ഷേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേനും കിട്ടിക്കോളും കേട്ടോ, അല്ലേ? സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇഷ്ടം പോലെ വരും. അത് അടിപൊളിയായിരിക്കും. ഇതുണ്ടോ, ഞങ്ങൾക്ക് പുതിയൊരു വണ്ടി കിട്ടി, ബെഡിനെ തള്ളിക്കൊണ്ട് നടക്കാൻ. പോട്ടെ പോട്ടെ പോട്ടെ. ബെഡ് ഇങ്ങോട്ട് നോക്കിയേ. ഇഷ്ടപ്പെട്ട എൻ്റെ പുനീന്? ഇഷ്ടപ്പെട്ടു. അയ്യോ, നീ ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ 1 മണിക്കൂറായിട്ട് കാത്തിരുന്ന ഗരീബ് രഥ് നമ്മുടെ അടുത്തേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കണ്ടോളൂ. ഇനി നമുക്ക് പതുക്കെ ഇതിനകത്തേക്ക് കയറണം, അല്ലേ? P3 ആയത്, P4 അവിടെ ആയിരിക്കും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇത് കണ്ടോ, വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് പുതിയ ബോഗിയാന്ന് തോന്നുന്നു കേട്ടോ. അവർ പുതിയതായിട്ട് പണിതേ കണ്ടോ. ബെഡൊക്കെ സെറ്റിലായിട്ടില്ല. ഇല്ല, അവിടെ ഇരിക്കുന്നു. വലിയ കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ് അത്. അത്യാവശ്യം ബെറാക്കി കണ്ടോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ടിരിക്കുക അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക പുറത്ത്. എന്നിട്ട് ഇവനൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല. നമുക്ക് ഇവൻ വേറെ എന്താ പണി ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു കീറലുണ്ട്, ആ കീറൽ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, അവന് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ബെറ്റി കൊച്ചിന് എക്സൈറ്റ്മെൻ്റ് ഇല്ലേ? ബെറ്റി ഇങ്ങോട്ട് നോക്കിയേ കൊച്ച്. ബെറ്റി, കൊച്ചിന് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലേ? അവൻ എക്സൈറ്റഡ് എപ്പോഴും ഫുഡ് കാണുമ്പോഴാണ്. കണ്ടോ, ഇവിടെ ഫുഡ് ഉണ്ടാവട്ടെ. ബെഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആൾക്കാരെ അവന് വലിയ അതിശയൊന്നുമില്ല, ഇങ്ങനെ പുറത്തോട്ട് നോക്കുന്നൊന്നുമില്ല. പക്ഷെ ഇത് എന്താ ഇത്രമാത്രം കട്ടിൽ അടുക്കി വെച്ചേക്കണേന്നുള്ളൊരു ഫീലും കണ്ടോ. കുറെ കട്ടിലുണ്ടല്ലോ. ആള് ഫുഡ് കഴിച്ചിട്ടില്ല, അപ്പോൾ ഞാനും കഴിച്ചിട്ടില്ല. ഫസ്റ്റ് അവള് കഴിക്കും, സെക്കൻഡ് ഞാൻ കഴിക്കും, അല്ലേ പിന്നെ? ആ മേളിൽ കയറാനൊക്കെ ആള് ഭയങ്കര പ്രോയ കേട്ടോ. പണ്ട് പോലെ കയറി ശീലമുള്ളതുകൊണ്ട് ആണ് കയറണോ. ബെഡ് നോക്കുമ്പോൾ മോമിനെ കാണാനില്ല കേട്ടോ. ബെറ്റി മോമി എങ്ങനെയുണ്ട്? നല്ലതാണോ? ബെഡിന് കൊടുക്കാതെ കഴിക്കുന്നു. അവന് വായിന്ന് വെള്ളം വന്നേക്കും, വെള്ളം വന്നിരിക്കുകയായിരിക്കും.
ഈ ചേട്ടന് എനിക്ക് തോന്നുന്നത് ടിക്കറ്റ് ഇല്ലാതെ കയറിയതാ. അതുകൊണ്ട് TT വന്നിട്ട് പുള്ളിയുടെ അടുത്ത് എന്തോ സംസാരിക്കുന്നുണ്ട്. അവസാനം ഒരു 20 രൂപയിലും കണ്ട് ഉറപ്പിച്ചു. അത് ഞാൻ കേട്ടു. അങ്ങനെ മോമി കഴിച്ചു കഴിഞ്ഞു. മോമി കൈ കഴുകാൻ പോയേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അങ്ങനെ ഞാൻ കഴിച്ചു തുടങ്ങി കേട്ടോ. മേളിലിരുന്ന് കഴിക്കുന്നത്. ഇതാരാന്ന് മനസ്സിലായി? ഇത് നമ്മൾ നേരത്തെ കണ്ട TT ആട്ടോ. ആ പുള്ളിക്കാരൻ ഡ്രസ്സൊക്കെ മാറി ഇവിടെ തന്നെ നിന്ന് ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സ് ഇട്ട് ഇറങ്ങി പോവാ. അങ്ങനെ ബെറ്റിയും ഫുഡ് കഴിച്ചു. കണ്ടോ, ഇത് കണ്ടോ, ഒരാൾ കണ്ണൊക്കെ തിരുമണ കണ്ടോ, ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ആള് ഉറങ്ങാൻ റെഡിയല്ല. എന്നെ പറ്റിയ കൊച്ചിന് എന്നെ പറ്റിയ ബെറ്റി ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ശീച്ചേ ഒന്ന് ശീച്ചേ. എൻ്റെ മുന്നേ കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ല. ഇതൊന്ന് ശീച്ചേ. ബെറ്റി ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഞാൻ നോക്കി ഒരു കാര്യം പറയട്ടെ. ബെറ്റി ശീച്ചേ. രാവിലെ 8:45 എഴുന്നേറ്റ് വരുന്നത്. എന്നിട്ട് ഇതുവരെ കിടന്നിട്ടില്ല. ഇപ്പൊ എത്ര മണി? 3 മണി 4 മണിയായി. എത്ര മണിയായി? 4 മണിയാകാറ്. ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ അതെ ഇനി ഇവനെ ഒന്ന് പിടിച്ച് കിടത്ത് നോക്കട്ടെ കേട്ടോ. അപ്പം മോനെ ഉറക്കുന്ന, മോൻ അപ്പനെ ഉറക്കുന്ന. ഞാൻ പറഞ്ഞു ഉറങ്ങാൻ അവൻ അപ്പം മതി. അച്ഛയൊന്നിങ്ങനെ പിടിച്ചാൽ മതി, ഒരു കൈയല്ല. അവൻ ഉറങ്ങിക്കോളും. ഭയങ്കര കംഫർട്ടബിൾ അവന്. അപ്പൊ താണ്ടെ ഇദ്ദേഹവും ഞങ്ങളുടെ കൂടെ കയറിയായിരുന്നു. പക്ഷെ ഞങ്ങളെക്കാളും 11 കമ്പാർട്ട്മെന്റ് പുറകിലായിരുന്നു ആള്. ഇതാരാന്നറിയാവോ? ഇതാണ് എന്റെ അമ്മയുടെ അമ്മ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയത്. പക്ഷെ ആള് കയറിയത് എറണാകുളത്ത് നിന്ന്, ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് കയറി. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. എന്തായാലും ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചായി. അപ്പൊ ഒരാൾ കിടന്ന് ഉറങ്ങി ആ സമയം കൊണ്ട്. കേട്ടോ, ഉറങ്ങണ കണ്ടോ? അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാഗ് എല്ലാം അവിടെ അവരെ ഏൽപ്പിച്ചിട്ട് അവരതുപോലെ അവിടെ ഇട്ട് വെച്ച് അവര് പോവാ. ഞാൻ വീട്ടിൽ നല്ല ആൾക്കാർ നേരത്തെ ഇരുന്ന സ്ഥലത്തെ കഥകൾ പറയാ. എവിടെ കിട്ടാന ഇത്ര സാധനങ്ങളുണ്ടല്ലേ അവിടെ കയറ്റി വെച്ച് കഴിക്കാനുള്ളതേ. ഇല്ല ചായ കുടിക്കണം. ചായ വന്നില്ലേ? ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഇപ്പൊ കഴിച്ചോളൂ. നമ്മളിതേ കണ്ടോ, പിന്നെ അധികം ഇല്ല. അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മച്ചി കണ്ടപ്പോ തന്നെ ചോദിക്കാ മുടി വളർത്തി. അമ്മ എതിരുമുണ്ട് രമ്മേ, എനിക്ക് ഇച്ചിരി സമ്മതി പൊടിയോട് വേണം. ഒരു ചാക്ക് നിറച്ച് ചക്ക അതെനിക്കറിയത്തില്ല. ചക്ക എല്ലാത്തിലുണ്ട്. ഒരു 10-15 ചാക്ക് കേട്ടല്ലേ ഇരിക്കുന്നത്. കാറ് ഓടിക്കണമെന്ന് പറഞ്ഞു. എല്ലാ സാധനം ഞാൻ ഒരു ചാക്ക് തേങ്ങ. അത് ആ ചാക്ക് എന്താ ഇച്ചിരിയേ ഉള്ളൂ. അല്ല, അവരുടെ വലിയ ചാക്ക. അവര് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നതാണ് ആ തേങ്ങ. ഇത് നമ്മുടെ തേങ്ങായ. അങ്ങനെ എനിക്ക് 2 ആൺപിള്ളേർ, 2 അവർക്കൊക്കെ കപ്പ ചക്ക വേണം. ഒരു തുടക്കമില്ല. എനിക്ക് എന്നാ ഇച്ചിരി കപ്പയോ ചേനയോ ചേമ്പോ കച്ചിലൊക്കെ അതാ എനിക്കിഷ്ടം. അയ്യോ അത് ശരിയാ. 72 വയസ്സെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വലിപ്പം പറയാം, ഞാൻ കഷ്ടപ്പെട്ടതുപോലെ ഇവരാരും കണ്ടിട്ടില്ല കഷ്ടം. അത് ശരിയാ. ആണും പെണ്ണും ചെയ്യുന്ന ജോലികൾ ചെയ്യും. അത് ശരിയാ. ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട് മുട്ടുന്നു. പക്ഷെ ചായ ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ കേറത്തില്ല. ഇവന്മാര് ഇവിടെ ആരാണ്ടും വന്ന് പോയി. പക്ഷെ ചായ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. എന്തൊരു കഷ്ടമാന്ന് ഓർക്കണേ. ചായ ഇല്ല. ബിരിയാണി വേണ്ട, ചായ ഉണ്ടോ? എവിടെ? അങ്ങനെ ചായ ഇല്ല. എവിടെ? ആരെ വിളിക്കാൻ? വിളിച്ചു കഴിഞ്ഞാൽ പക്ഷെ അവരൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരാൾ വന്നിട്ട് അങ്ങ് പോയി. ഞാൻ പുറത്തേക്ക് നോക്കിയായിരുന്നു. അവിടെ കാര്യമില്ല. ഈ ട്രെയിനിൽ ബാറ്ററി ഇല്ലാത്ത ഭയങ്കര മോശമായി പോയി. ഇവിടെ ആർക്കും ചായ പോലും കിട്ടുന്നില്ല. വണ്ടി അല്ലേ 5 മിനിറ്റ് ഒരു സ്ഥലത്ത് നിർത്തിയിടത്തുള്ളൂ.
അതെന്നാ സ്പെഷ്യൽ? ആയിക്കോട്ടെ കുഞ്ഞുണങ്ങ്. എന്നാ അടിപൊളി വ്യൂ. നമ്മൾ വെള്ളത്തിന്റെ അകത്തൂടെ പോകുന്ന ഒരു ഫീല്. എപ്പോഴും ഈ ഫീൽ നമുക്ക് കിട്ടാറുണ്ട് ഇതിലേക്ക് പോകാൻ നേരത്തെ. പക്ഷെ ഇപ്പൊ ഈ ഒരു സമയം രാത്രിയോടടുക്കുന്നൊരു സമയം നല്ല രസമുണ്ട് കാണാൻ. ബെഡും നോക്കി കിടക്കുന്നുണ്ടോ? ബെഡിന് ഇഷ്ടപ്പെട്ടു, ബെഡിന് കാര്യമായി ഇഷ്ടപ്പെട്ടു. വേണ്ട ഒരുത്തൻ ഇരിക്കണോ? ഒരാളിരിക്കണ നോക്കിക്കേ, എന്ത് കംഫിയാന്ന് നോക്കിക്കേ. അമ്മച്ചി കയറി വന്നതോടുകൂടെ വൈബും വേറൊരു വൈബായി. അത്ര നേരം വേറൊരു വൈബായിരുന്നു ഞങ്ങൾ. അമ്മച്ചി കയറി വന്നതോടുകൂടെ വൈബ് ബോഗി മൊത്തം വൈബാക്കി കളഞ്ഞു. എല്ലാരും കൂടെ ഇരുന്നു. അതാണ് അതിന്റെ ഇടയിൽ ഒരുത്തനും ഇരിക്കുന്നു. ഭയങ്കര വർത്താനം. രണ്ടെണ്ണം എല്ലാരും ഇരുന്നു ബെഡും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അവന്റെ സ്വന്തമാണ്. അവന് കാണുന്ന എല്ലാവരും സ്വന്തമാണ്. അവസാനം നമ്മൾ നോക്കി നടന്ന കാപ്പിക്കാരൻ നാണ്ടെ വരുന്നു. പുള്ളിനെ ആണെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നു. ഇവിടെ ചേട്ടന് വണ്ടി വിട്ടു പോയാൽ പേടിക്കണ്ട, ഇവിടെ ഇരുത്തും ഞാൻ. ഇവിടെ ഇത് ചെരിച്ചൊക്കെ വെച്ച് ഒഴിക്കണം. തീർന്നോ എന്തോ? ചെരിച്ചു വെച്ച് ഒഴിക്കുന്നു. പന്തികേടാണല്ലോ. ഒരു കോഫിക്ക് ഇത്ര വിലയുണ്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഒന്നും എന്നാ പറയാനാ, എത്ര നേരം കഴിഞ്ഞിട്ടാണെന്നറിയോ ഒരു കോഫി കിട്ടിയത്. പത്തറ്റിക്. സാധാരണ ഗരീബ്രഥിന്റെ ബാത്റൂം ഭയങ്കര മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വലിയ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ടോ, വലിയ സീനൊന്നുമില്ല, കുഴപ്പമില്ല, നല്ല കാര്യം. ഞാൻ ഏത് ട്രെയിനിൽ കയറിയാലും ഭാഗ്യത്തിന് കിട്ടുന്ന ടോയ്ലറ്റിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ഗരീബ്രഥിൽ കയറിയപ്പോഴും പ്രശ്നം ഉണ്ടായില്ല. നല്ല കാര്യം, സമാധാനത്തോടെ ഇരിക്കാമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ബെഡ് ഒന്ന് ടെസ്റ്റ് മാറിയിട്ട് ഭയങ്കര ചൂട് ഇതിനകത്തുണ്ടെന്ന് വേർക്കുന്നുണ്ട് ബെഡ്. അതുകൊണ്ട് അവൻ്റെ ടെസ്റ്റ് മാറിപ്പിച്ചിരുത്തിയതാണ്. ഇപ്പം അധികം ചൂടെടുക്കത്തില്ല. കാര്യം AC ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വലിയ തണുപ്പൊന്നുമില്ല. അതപ്പം ഏതാ ഭായിമാരാണെങ്കിൽ ഭയങ്കര പാട്ടും ബഹളമൊക്കെയാണ്. മറാഠി അവരെന്നെ ഭായിമാരല്ലേ? ഓക്കെ, അപ്പോൾ മറാഠി ടീംസ് നമ്മളിവിടെ ഉണ്ട്. അവരാണെങ്കിൽ ഭയങ്കര പാട്ടും ഒച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വൈബ് അടിച്ചിരിക്കുകയാണ്. നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ നമ്മളിതേ ഇരിക്കുന്നു, നമ്മുടെ ഇപ്പുറത്ത് വൈബ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവരിലുള്ള ആൾക്കാർ ബെറാക്കിനെ വൈബ് അടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അവനും കൂടെ കൂടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് കണ്ടോ, കാപ്പി വന്നു തുടങ്ങിയ പിന്നെ കാപ്പി മാത്രം. അതാണ്ട് രണ്ടാമത്തെ ആളാ ഭയങ്കര പത്തറ്റിക് ആണെന്ന് പറയുന്നത് കേട്ടുന്നത്. ഇപ്പൊ കാപ്പി മാത്രമേ വരുന്നുള്ളൂ. അതെ, അങ്ങനെ ബെഡിന് മോമി കഴിക്കുന്ന കുർക്കുറെ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ പോയിട്ട് മോമിക്ക് കൊടുക്കുന്നു. അതിനാണ് ഭയങ്കര എരിവ ബെഡി, അത് നിനക്ക് പറ്റൂല. പാവം ബെഡി. ബെറാക്കി ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ അവിടെ പോയിരിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഇരുന്നാണ് അവൻ്റെ എൻജോയ്മെന്റ്. ബെഡ് അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവര് ശരിക്കും നേവിക്കാരാണ്. അപ്പൊ അവരുടെ കൂടെയും ബെഡ് വൈബ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. കണ്ടോ ബെറാക്കി അവിടെ, ബെറാക്കി എന്ത് സൈലന്റ് ആന്ന് നോക്കിയേ. കണ്ടോ അവിടെ ഇരുന്ന് ചേച്ചിയുടെ കൂടത്തെ പാട്ട് പാടുന്നു, അവിടെ ഇരിക്കുന്നു. ആ ചേച്ചിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു ബെഡിനെ. ആ ചേച്ചി എനിക്ക് അങ്ങനെ അവനെ താരാട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. അവനും തിരിച്ചു പാടുന്നുണ്ട്. കണ്ട, അവനും പാടി ഉറക്കുക. ചേച്ചി വേണമെങ്കിൽ ആദ്യം ഉറങ്ങിക്കോളാൻ. ഞങ്ങൾ വീട്ടിൽ നിന്ന് വൈകുന്നേരത്തേക്കുള്ള ഫുഡ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ പുറത്തിറങ്ങി പൊറോട്ട മേടിച്ചു. അപ്പോൾ പൊറോട്ട മാത്രമായിട്ട് കിട്ടത്തില്ല, പൊറോട്ട മുട്ടക്കറിയായിട്ട് കിട്ടി. പക്ഷേ നമ്മൾ ഓൾറെഡി കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി. അപ്പോൾ ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് രാത്രിയത്തെ ഫുഡിങ്ങിലേക്ക് കയറാം. ഇപ്പോൾ സമയം 8:50. നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് സൗകര്യത്തിന് വേണ്ടി ബെറാക്കിനെ താണ്ടെ അങ്ങോട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ട്. താണ്ടെ നിൽക്കുന്ന ബെറാക്കി. അപ്പുറത്തേക്ക് പോയോ ബെറാക്കി? അതെ, ബെറാക്കി അപ്പുറത്തേക്ക്. അപ്പം നമ്മൾ പതുക്കെ ഫുഡിങ്ങിലേക്ക് കയറി. ഇതേ പൊറോട്ട. എല്ലാവരുടെയും ഫുഡിങ് കഴിഞ്ഞപ്പോൾ ബെഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. മതി ഗുബോയ ബെഡ്. ബെജി ഗുബോയി. അങ്ങനെ
അങ്ങനെ നമ്മുടെ ബെറ്റി കിടക്കാനായിട്ട് റെഡി ആയിട്ട് ഇനി ബെറ്റി ഇവിടെ കിടന്നുറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പതുക്കെ എല്ലാവരും ഉറക്കത്തിൻ്റെ മൂഡിലേക്ക് വന്നു. കുറേ പേർക്ക് ഉറങ്ങി. ലൈറ്റൊക്കെ ഇപ്പോൾ ഓഫാക്കും. എൻ്റെ സ്ഥലവും ഏകദേശം റെഡിയായി. ശരിക്കും ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മച്ചിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ അമ്മച്ചി ഞങ്ങളുടെ RAC ആയിരുന്നു, അമ്മച്ചിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഗരീബ്രത്താണെങ്കിൽ 2-3 സ്റ്റേഷൻസൊക്കെ അവർ സ്കിപ്പ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ കോട്ടയത്തു നിന്നും ബാക്കി സ്ഥലങ്ങളിൽ നിന്നും കയറാനുള്ളവരെല്ലാവരും വന്നത് എറണാകുളത്തേക്കാണ്. അപ്പം ഞങ്ങൾ ചാലക്കുടിയിൽ നിന്ന് പോകുന്നത് കൊണ്ട് ഞങ്ങൾ നേരെ തൃശ്ശൂരിലേക്ക് പോയി. അപ്പോൾ അമ്മച്ചി നേരെ എറണാകുളത്തേക്ക് വന്നു. എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലാസ്റ്റ് മൊമെൻറ്റിൽ ടിക്കറ്റെല്ലാം കൺഫേം ആയിരുന്നു, സീറ്റെല്ലാം കൺഫേം ആയി. പക്ഷേ അമ്മച്ചിക്ക് കിട്ടിയത് ഞങ്ങളുടെ ബോഗിയിൽ നിന്ന് ഒരു 10 ബോഗി പുറകിലേക്കാണ്. 14ാമത്തെ ബോഗിയിലാണ്, ഞങ്ങളാണെങ്കിൽ 4ാമത്തെ ബോഗിയിലും. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഞങ്ങളിരിക്കുന്ന സീറ്റിൻ്റെ അടുത്തുള്ള തൊട്ടപ്പുറത്ത് മറ്റേ വൈബൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത മറാഠിക്കാരുണ്ടായിരുന്നില്ലേ, അവന്മാരുടെ ഒരു സീറ്റ് അവിടെ ഫ്രീ ഉണ്ടായിരുന്നു. കുഞ്ഞ് ചോദിച്ചു ഇങ്ങനെ സീറ്റ് ഫ്രീ ഉണ്ടോ ചോദിച്ചപ്പോൾ അവന്മാർ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അമ്മച്ചീനെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യിപ്പിച്ചു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റി. ഇവർക്ക് കറക്റ്റ് ഒരു സീറ്റ് നമുക്ക് ഒഴിവായി കിട്ടി. അതുകൊണ്ട് അമ്മച്ചിക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ വരാൻ പറ്റി. അപ്പോൾ എല്ലാവരും ഉറങ്ങി. ഇപ്പോൾ എല്ലാവരും അത്യാവശ്യം കിടന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് എല്ലാവർക്കും കാണാം. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ. ഹലോ, ഇപ്പം തന്നെ ഒരു 22 മിനിറ്റ് കഴിഞ്ഞെന്ന് തോന്നുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു 2 പാർട്ടായിട്ട് ഇടാമെന്ന് വിചാരിക്കുക. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് നീണ്ടുപോകും. വെളുപ്പിനെ 4 മണിയായിട്ടുണ്ട് സമയം. കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഇപ്പോൾ നടന്നായിരുന്നു. അപ്പോൾ ഞാൻ അതും പിന്നെ നമ്മൾ മുംബൈയിലേക്ക് എത്തുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതും കാണണം. അപ്പോൾ ഈ പാർട്ടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ.